കള്ളാടി മണ്ണിടിച്ചിൽ അന്വേഷിക്കാൻ 5 അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് സർക്കാർ ഉത്തരവിറക്കിയിരിക്കുകയാണ്. കരാറുകാരന്റെ ഭാഗത്ത് പിഴവുണ്ടോ എന്നതടക്കം പരിശോധിക്കാനാണ് സമിതി. വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് ലഭിക്കും വരെ ടണൽ നിർമ്മാണം നിർത്താനും ഉത്തരവിറക്കിയിട്ടുണ്ട്. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുകയാണ്. അനന്തൻ, സമിതിയിൽ ആരൊക്കെയാണ് ഈ സമിതിയുടെ ഭാഗമാകുന്നത്? ഈ സമിതിയുടെ അന്വേഷണം എപ്പോഴാണ് തുടങ്ങുക? അക്ഷയ, കള്ളാടി ദുരന്തം ഉണ്ടായപ്പോൾ തന്നെ സർക്കാർ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട കാരണങ്ങൾ അന്വേഷിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു. ആ ദുരന്തം അന്വേഷിക്കാനുള്ള വിദഗ്ധ സമിതിയെ രൂപീകരിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. ജിയോളജിസ്റ്റ് CP രാജേന്ദ്രൻ, എക്കോളജിസ്റ്റ് ഡോക്ടർ വിഷ്ണുദാസ്, ഒപ്പം തന്നെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഡോക്ടർ P പുകഴേന്തി, അതുപോലെ തന്നെ PWD സെക്രട്ടറി, റവന്യൂ വകുപ്പ് സെക്രട്ടറി, ഇങ്ങനെ 5 പേരാണ് ഈ സമിതിയിലുള്ളത്. ഡോക്ടർ CP രാജേന്ദ്രൻ, ജിയോളജിസ്റ്റ് അടക്കമുള്ള 5 പേർ. അപ്പോൾ ഈ 5 പേരോട് നിർദ്ദേശിച്ചിരിക്കുന്നത് 1 മാസത്തിനുള്ളിൽ പഠിച്ച് റിപ്പോർട്ട് നൽകാനാണ്. എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? ടേംസ് ഓഫ് റെഫറൻസും നിശ്ചയിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ഈ കരാറുകാരൻ്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ്, കരാർ ലംഘനം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ്. അതിനൊപ്പം തന്നെ പാരിസ്ഥിതിക അനുമതി ലഭിച്ചതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിൻ്റെയും കേന്ദ്രത്തിൻ്റെയും പാരിസ്ഥിതിക അനുമതി ലഭിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കാൻ നിർദ്ദേശമുണ്ട്. അതിനൊപ്പം തന്നെ ഫോറസ്റ്റ് ക്ലിയറൻസ്, കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ ഫോറസ്റ്റ് ക്ലിയറൻസ് ലഭിച്ചതും സംബന്ധിച്ചും വിശദമായ പരിശോധന നടത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അങ്ങനെ 5 കാര്യങ്ങളാണ് ടേംസ് ഓഫ് റെഫറൻസായി വെച്ചിരിക്കുന്നത്. അതിനൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് 1 മാസത്തെ ലഭിക്കുന്നത് വരെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ, തുരങ്കപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാനുള്ള ഉത്തരവും പുറത്തിറങ്ങിയിട്ടുണ്ട്. അതിനൊപ്പം നേരത്തെ സർക്കാർ നിശ്ചയിച്ച ധനസഹായം, അത് മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് 5 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് പരിക്കിൻ്റെ തോതനുസരിച്ച് 2 ലക്ഷം രൂപ വരെയുമാണ് നിശ്ചയിച്ചിരുന്നത്. അത് സംബന്ധിച്ചുള്ള ഉത്തരവും ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. അക്ഷയ. അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിദഗ്ധ സമിതിയെ സർക്കാർ നിയോഗിച്ചിരിക്കുന്നതാണ്. സമിതിയെ നിയോഗിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു എന്നുള്ള വിവരമാണ് അനന്തൻ പങ്കുവയ്ക്കുന്നത്. എന്താണ് സംഭവിച്ചതിനെ പറ്റി കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തുമെന്ന് കഴിഞ്ഞ ദിവസം കോടതിയിലും സർക്കാർ അറിയിച്ചിരുന്നു.